നമ്മുടെ നാട്ടിൽ ഇവിടെ മലപ്പുറത്ത് മങ്കടയിൽ ഇടിമിന്നലേറ്റ് 4 വിദ്യാർത്ഥികൾക്ക് ദാരുണാന്ത്യം സംഭവിച്ചു എന്ന വാർത്ത നമ്മൾ നേരത്തെ കണ്ടതാണ്. ഫഹദ്, സിയാദ്, റഹീസ്, വഹാസ് എന്നിവരാണ് മരിച്ചത്. 3 പേർ ഇപ്പോൾ ചികിത്സയിലാണ്. വ്യൂ പോയിന്റ് കാണാൻ വേണ്ടി പോയപ്പോഴാണ് ഈ വിദ്യാർത്ഥികൾക്ക് ഇടിമിന്നലേറ്റത്. അത് അങ്ങനെ ഒരു വാർത്ത നമ്മുടെ മുന്നിൽ നിൽക്കുന്നു. ഞങ്ങളുടെ പ്രതിനിധി ഗോകുൽ കെ വേണുഗോപാൽ ഇപ്പോൾ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ഉണ്ട്. അവിടെ നിന്നുള്ള വിവരങ്ങളാണ് നമുക്കിനി നോക്കാനുള്ളത്. ഗൂഗിൾ 4 പേരുടെ മരണം, ആദ്യം 2 പേർ മരിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ വന്നിരുന്നത്. അതിനുശേഷം മരണം 4 ആയിരിക്കുന്നു. ഏതാനും പേർക്ക് പരിക്കേറ്റു എന്നൊക്കെയുള്ള വിവരങ്ങൾ നേരത്തെ വന്നിരുന്നു. ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് ഗൂഗിൾ? ഗോപികൃഷ്ണൻ, 7 പേർക്കാണ് ഇത്തരത്തിൽ ഇടിമിന്നലേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇന്ന് വൈകിട്ട് 5 മണിയോട് കൂടിയായിരുന്നു സംഭവം. കനത്ത മഴയായിരുന്നു മലപ്പുറം ജില്ലയിലെ വിവിധ മേഖലകളിലൊക്കെ പെയ്തത്. അതിന്റെ ഭാഗമായി അപ്രതീക്ഷിതമായ ഒരു ഇടിമിന്നൽ കൂടി ഉണ്ടായ സമയത്ത് 7 പേർക്ക്, 7 വിദ്യാർത്ഥികളാണ്, അല്ലെങ്കിൽ ചെറുപ്പക്കാരാണ്, 18 മുതൽ 20 വയസ്സ് വരെ പ്രായമുള്ള ആളുകളൊക്കെയാണ്. അതിൽ 4 പേരാണ് മരണപ്പെട്ടിട്ടുള്ളത്. 4 പേർ മരണപ്പെടുകയും 3 പേർ ഇപ്പോൾ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ആദ്യം 6 പേർക്കായിരുന്നു ഇടിമിന്നലേറ്റത് എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ 6 പേരെ ആശുപത്രിയിൽ എത്തിച്ചു. പിന്നീട് അവിടെ ഒരു ചെരുപ്പ് കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ നാട്ടുകാർ അവിടെ പരിശോധന നടത്തിയ സമയത്താണ് 7ാമതൊരാൾ കൂടിയുണ്ട് എന്ന വിവരം പുറത്തു വന്നത്. അങ്ങനെ 7 പേർക്ക് ഇടിമിന്നലേറ്റു എന്ന് മനസ്സിലാവുകയായിരുന്നു. 3 പേർ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലുണ്ട്. റോഷൻ, ഇഷ്ഹാത്ത്, സൽമാനുൽ ഫാരിസ് എന്നിങ്ങനെ 3 പേരാണ് ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലുള്ളത്. ഫഹദ്, സിയാദ്, റഹീസ് എന്നിങ്ങനെ 4 പേർ മരണപ്പെടുന്ന ഒരു സാഹചര്യം കൂടെ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ആശുപത്രിയിൽ ഇവിടെ നിന്ന് ആളുകളെ രക്ഷിച്ചു കൊണ്ടുവന്ന ആളുകൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ സ്ഥലത്തുണ്ട്. നമുക്ക് അവരിൽ നിന്ന് തന്നെ കൂടുതൽ വിവരങ്ങൾ തേടാമെന്നാണ് മനസ്സിലാക്കുന്നത്. നിങ്ങളാണല്ലേ അവരെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക്? ഞാൻ മാത്രമല്ല, അവിടെ മെമ്പർ ഉണ്ടായിരുന്നു, ജംഷീർ, അതേപോലെ അവിടെ ആളുകൾ എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവരും കൂടിയിട്ടാണ് കൊണ്ടുവന്നത്. 7 പേരും സുഹൃത്തുക്കളാണ്. അവരെ പറ്റി എല്ലാവരും അടുത്തടുത്തുള്ള ആളുകൾ തന്നെയാണ്. എപ്പോഴാണ് നിങ്ങൾ എങ്ങനെ ഇത് ശ്രദ്ധയിൽപ്പെട്ടത്? എനിക്ക് ഫാം ഉണ്ട് അവിടെ, അപ്പോൾ ഞാൻ ഫാമിലേക്ക് പോകുമായിരുന്നു. പോകുന്ന വഴിക്കാണ് ഇത് കണ്ടത്. അപ്പോൾ ആംബുലൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അവിടുന്ന് 2 പേരെ അതിൽ കയറ്റി, ബാക്കിയുള്ള ആളുകളെ എൻ്റെ വണ്ടിയിലും പിന്നെ വേറൊരാളുടെ വണ്ടിയുണ്ട്, ആ വണ്ടിയിലായിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഈ 6 പേരായിരുന്നു ആദ്യം ഉണ്ടായിരുന്നതാണോ? അതെ, 6 പേരാണ് ആദ്യം, അതായത് 7 പേര് മൊത്തം ഉണ്ടായിരുന്നു. ആദ്യം 6 പേരെ മാത്രമാണ് കിട്ടിയത്. പിന്നെ ഇവിടെ വന്ന് ആൾക്ക് ബോധം വന്നപ്പോഴാണ് 7ാമതൊരാളും കൂടി ഉണ്ടെന്നുള്ള കാര്യം ആൾ പറഞ്ഞത്. 6 പേർക്കും ബോധം ഉണ്ടായിരുന്നു നിങ്ങൾ കൊണ്ട്? ഇല്ല, ഒരാൾക്ക് മാത്രം ചെറിയൊരു മൂളിച്ച ഉണ്ടായിരുന്നു, വേറെ ആർക്കൊന്നും ഇല്ലായിരുന്നു. നിങ്ങൾക്ക് പരിചയമുള്ള ആളുകളാണോ? കണ്ട് അറിയുന്ന ആളുകളാണ് അവിടെ ഉള്ളത്. ഇതൊരു വ്യൂ പോയിന്റ് ആണ്, ഒരുപാട് ആളുകൾ വരുന്ന സ്ഥലം. ചെറിയൊരു വ്യൂ പോയിന്റ് പോലത്തെ ഒരു സ്ഥലമാണ്. ഈ ഇടിമിന്നൽ ഏൽക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നു? ഏകദേശം ഒരു 5-നും 5:30 ഇടയ്ക്കായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക. കാരണം ഞങ്ങൾ 5:15 ശേഷമാണ് അവിടെ ചെല്ലണേ. ആ സമയത്താണ് കൊണ്ടുവരുന്ന ആള്. വണ്ടി ബഹളമൊക്കെ കണ്ടിട്ടാണ് അങ്ങോട്ട് പോയത്? അല്ലല്ല, ഞാൻ എൻ്റെ ഫാം അവിടെയാണ്. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോകുമായിരുന്നു. അപ്പോൾ പോകുന്ന വഴിക്കാണ് ഇത് കണ്ടത്. അപ്പോൾ അവിടെ നിന്ന് എടുത്ത ആളുകളെ കൂട്ടി ഞങ്ങൾ ഇങ്ങോട്ട് ഹോസ്പിറ്റലിലോട്ട് പോകുന്നു. സ്ഥലത്ത് വേറെ ആളുകൾ ഉണ്ടായിരുന്നോ? ഒരുപാട് ആളുകൾ അപ്പോഴത്തേക്ക് കൂടിയിരുന്നു, ആളുകളൊക്കെ കൂടിയിരുന്നു അപ്പോഴത്തേക്ക്. ബാക്കി ഇപ്പോൾ ഒരാളെ കാണാനില്ല എന്നുള്ള സമയത്ത് ഈ ആളുകൾ പല ഭാഗത്ത് ഒരുപാട് ദൂരേക്ക് നിന്നാണ് കിട്ടിയത്. അവിടെ ഉരുണ്ട് താഴ്ത്തു പോയതാണ്. നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നു? പാറപ്പുറത്തുനിന്ന് ഉരുണ്ട് താഴെ പോയതാണ്, അതുകൊണ്ട് കാണാൻ പറ്റിയില്ല. മറ്റേ 6 പേര് ഒന്നിച്ചിട്ടുണ്ടായിരുന്നു. പ്രദേശത്ത് വേറെ ആളുകൾ ഉണ്ടായിരുന്നു? ഇല്ല, വേറെ ആളില്ല. ഞങ്ങളൊക്കെ ആദ്യം ചെന്നപ്പോൾ ആരുമില്ല അവിടെ. ഇവരിങ്ങനെ കിടക്കുക. ഒരാളെ എഴുന്നേറ്റ് വർത്താനം പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്താ പറ്റിയെന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു ഒന്നും ഞാൻ പറഞ്ഞു വല്ലതും കഴിച്ചതാണെന്ന് ചോദിച്ചു. അല്ലാന്ന് പറഞ്ഞു. എന്താ പറ്റിയത്? ഇടി വെട്ടിയതാണെന്ന് പറഞ്ഞു. എല്ലാവരും പല ഭാഗത്ത് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്? അല്ല, ഒരു കൂട്ടത്തിലിങ്ങനെ ഉരുണ്ട് പോയായിരുന്നു 1-2 പേരെ ഇടി വെട്ടിയിട്ട്. മറ്റാളുകളുണ്ടായിരുന്നു? 7 പേരല്ലാതെ മറ്റാളുകളുണ്ടായിരുന്നു? ഇല്ല, വേറെ ആരും ഇല്ലായിരുന്നു. ഇവർ പിള്ളേർ മാത്രം ഉണ്ടായിരുന്നു. പ്രദേശത്തുള്ള ആളുകൾ തന്നെയാണ് അല്ലേ? അതെ. എന്തായാലും ദിലീപ് കുമാർ, ആ പ്രദേശവാസികളായിട്ടുള്ള 7 പേരാണെന്ന് പറയുന്നത്. 7 പേരും വിദ്യാർത്ഥികളായിട്ടുള്ള ആളുകളാണ്. അതിൽ 4 പേർ ഇപ്പോൾ മരണപ്പെട്ടു എന്നൊരു ദാരുണമായ വിവരം പുറത്തു വരുന്നു. 3 പേർ എന്തായാലും ആശുപത്രിയിൽ ചികിത്സയിലുണ്ട്. ഏകദേശം 5 മണിക്കും 5:30ക്കും ഇടയിലുള്ള സമയത്താണ് ഇത്തരത്തിലൊരു സംഭവം നടന്നത് എന്ന് നാട്ടുകാർ പറയുന്നു. നാട്ടുകാർ ഉൾപ്പെടെയുള്ള ആളുകളാണ് ഈ കുട്ടികളെ അവിടെ നിന്ന് എത്തിക്കുകയും ഇങ്ങോട്ടേക്ക് കൊണ്ടുവരികയും ചെയ്തത്. ആദ്യം പറഞ്ഞതുപോലെ 6 പേർ അപകടത്തിൽപ്പെട്ടു എന്നായിരുന്നു ആദ്യം ലഭിച്ച വിവരം. പിന്നീട് ഇവിടെ എത്തി ആശുപത്രിയിൽ അന്വേഷിച്ച സമയത്താണ് 7ാമതൊരാൾ കൂടി ഉണ്ട് എന്ന് പറഞ്ഞ് മനസ്സിലാക്കുകയും പിന്നീട് നാട്ടുകാർ അവിടെ തിരച്ചിൽ നടത്തുകയും അതിന്റെ ഒടുവിൽ ആ 7ാമനെ ഇവിടെ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ സാധിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ എന്തായാലും 3 പേർ ചികിത്സയിലുണ്ട്. അവരുടെ ആരോഗ്യനില സംബന്ധിച്ച വിവരങ്ങൾ ആശുപത്രി അധികൃതരിൽ നിന്നാണ് തേടിയെടുക്കേണ്ടത്. അതിന് നമുക്ക് സാധ്യമായിട്ടില്ല. എന്തായാലും 7ാമത്തെ ആളെ അല്പസമയം മുമ്പായിരുന്നു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഈ വിവരമറിഞ്ഞെത്തിയതാണ് അല്ലേ? അല്ല, അവിടെ ഇപ്പോൾ 4 ആൾക്കാർ ഓൾറെഡി മരണപ്പെട്ടിട്ടുണ്ട്. 2 പേരുടെ സ്ഥിതി നേരത്തെ അല്പം ക്രിട്ടിക്കലായിരുന്നു. അപ്പോൾ ഒരു കുട്ടിയെ കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഒരാൾ കൂടി ഉണ്ടോ എന്നുള്ള സംശയമുണ്ട്. ആ അന്വേഷണത്തിലാണ് അവർ. 7 പേരെ ഇപ്പോൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. 7 പേരെ ഇപ്പോൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. 7 പേര് ഓൾറെഡി 7 പേര് ഇവിടെ. ഇനി ഒരാളുണ്ടോ? സംശയമുണ്ടോ? സംശയമുണ്ട് അവർ. അതിന്റെ ഭാഗമായി ഇവിടെ തെരച്ചിൽ നടക്കുന്നുണ്ടോ? അതെ എന്നാണ് അവർ നാട്ടുകാർ പറഞ്ഞത്.
അവരെ വെയിറ്റ് ചെയ്യാണ്, ആൾക്കാരെ വെയിറ്റ് ചെയ്യാണ്. എവിടെയെങ്കിലും വിവരം കിട്ടിയ ഉടനെ തന്നെ ഈ മങ്കട പോലീസുകാരെ അറിയിച്ചിരുന്നു എന്നാണ് പറഞ്ഞത്. ഇതുവരെ അവരാരും ഇവിടെ എത്തിയിട്ടില്ല. എന്താ ഡിലേക്ക് എന്താ കാരണം എന്നറിയില്ല. അവിടെ എത്തിയിട്ടില്ല, ഇങ്ങോട്ട് വന്നിട്ടില്ല എന്നാണ് എന്നാണ് ഇവർ പറയുന്നത്, നാട്ടുകാർ പറയുന്നതാണ്. നാട്ടുകാരാണ് പറയുന്നത്. ഇവര് അവിടെയുള്ള ആൾക്കാരെ ആളുകളാണ് പറയുന്നത്. അതെ, ഇവരെ കൊണ്ടുവന്നിട്ടുള്ള ആൾക്കാർ പറഞ്ഞാൽ ആ നേരം തന്നെ ഓൾ ഓഫ് സഡൻ അവരെ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ സോഫാർ അവരാരും ഇല്ല ഇവിടെ മഞ്ചേരിയിലെ പിന്നെ സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ പോലീസുകാരും മറ്റിവിടെ ഉള്ളൂ. ഇനിയിപ്പോൾ അവർ വന്നുകൊണ്ട് രക്ഷിക്കാൻ പറ്റുന്നുള്ള അവരെത്തിയില്ല ഇതുവരെ. അവരൊക്കെയല്ല ആദ്യം എത്തേണ്ടത്. എന്തായാലും അത്തരത്തിലൊരു വിമർശനം കൂടെ പങ്കുവെക്കുന്നുണ്ട് റഹ്മത്തുള്ള. മഞ്ചേരിയിലെ നിയുക്ത MLA ആണ്. അദ്ദേഹമാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വിമർശനം പങ്കുവെക്കുന്നത്. ഈ പോലീസുകാരെ അല്ലെങ്കിൽ ബന്ധപ്പെട്ട അധികൃതരെയൊക്കെ ആ സമയത്ത് തന്നെ അറിയിച്ചിരുന്നു, എന്നാൽ ഇങ്ങോട്ടേക്ക് എത്താൻ ഒരു കാലതാമസം ഉണ്ടായി എന്ന് മാത്രമല്ല അവർ ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ല എന്നൊരു വിമർശനം കൂടി അദ്ദേഹം പങ്കുവെക്കുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നാട്ടുകാരൊക്കെ ഈ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ട സമയത്ത് തന്നെ വിവരം അറിയിച്ചിരുന്നു എന്നാണ് റഹ്മത്തുള്ള, നിയുക്ത മഞ്ചേരി MLA റഹ്മത്തുള്ള ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത്. എന്തായാലും അതിനെന്തെങ്കിലും പോലീസിന് എന്തെങ്കിലും കാലതാമസം വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നതിനെ സംബന്ധിച്ച കാര്യം കൂടി പുറത്തു വരേണ്ടതാണ്, അന്വേഷിക്കേണ്ടതാണ്. എന്തായാലും ഇപ്പോൾ 4 പേർ മരണപ്പെട്ടു എന്നുള്ളതാണ് അതിലെ സങ്കടകരമായ അവസ്ഥ. ഈ സംഭവം നടക്കുന്ന സമയത്ത് ചില ആളുകളെങ്കിലും ബോധമുണ്ടായിരുന്നു എന്ന് രക്ഷപ്പെടുത്തിയ ആളുകൾ പറയുന്നുണ്ട്. കാരണം വെള്ളം വേണോ ഭക്ഷണം വേണോ എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ച സമയത്ത് ആർക്കും അതിൽ പെട്ട ആളുകൾക്ക് ചില ആളുകൾക്കെങ്കിലും മറുപടി പറയാൻ സാധിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇടിമിന്നൽ ഏറ്റതാണ് എന്ന് രക്ഷപ്പെടുത്തിയ ആളുകളോട് പറഞ്ഞത് ഈ ഇടിമിന്നൽ ഏറ്റ ആളുകൾ തന്നെയാണ്. പക്ഷേ ചില ആളുകളെങ്കിലും പാറയുടെ താഴേക്ക്, ഇതൊരു ഉയരം കൂടിയ പ്രദേശമാണ്, ഒരു വ്യൂ പോയിന്റ് ആണ്, അവിടെയായിരുന്നു അത്തരത്തിലൊരു സംഭവം നടന്നിട്ടുള്ളത്. അതിൽ പാറയുടെ താഴേക്ക് പോയതിനാൽ ചില ആളുകളെ കണ്ടെത്താൻ സാധിക്കാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനാൽ തന്നെ ഒരാളെ ആശുപത്രിയിൽ എത്തിക്കാൻ ചെറിയ കാലതാമസം ഉണ്ടായിരുന്നു. നാട്ടുകാരാണ് പ്രധാനമായിട്ടും ഈ വിവരങ്ങൾ അല്ലെങ്കിൽ ഈ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി നിന്നത്. പോലീസ് അധികാരികളെയൊക്കെ അറിയിച്ചെങ്കിലും അവരെത്തിയിട്ടില്ല. സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ ഉദ്യോഗസ്ഥർ മാത്രമേ ഇവിടെ ഉള്ളൂ എന്നൊരു വിമർശനം എന്തായാലും ഇവിടെ ഉയർന്നു കേൾക്കുന്നുണ്ട്. 3 പേർ ചികിത്സയിൽ തുടരുന്നു, 4 പേർ മരണപ്പെട്ടു എന്ന ദുഃഖകരമായ വാർത്ത കൂടെ പുറത്തു വരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.